ചെകുത്താന്റെ തന്റെ ഇടി. രചന വസീം അക്രം. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഷെരീജ് പൂനൂർ. നാളെ രാവിലെ നിന്റെ ആ പഴയ ജീവിതത്തെക്കുറിച്ചുള്ള ഫയലുകൾ എൻ്റെ ടേബിളിലുണ്ടാവും. അത് പരിശോധിക്കാൻ എനിക്ക് റോണിയെ വേണ്ട. എനിക്ക് നേരിട്ടറിയാം നീ ആരാണെന്ന്. വാതിലടഞ്ഞു. റബേക്ക തളർന്ന് കസേരയിലേക്ക് ഇരുന്നു. അവൾ ഡയറി വീണ്ടും തുറന്നു. അതിലെഴുതിയിരുന്ന് ഒരു ഡോക്ടറുടെ കുറിപ്പുകളായിരുന്നില്ല, പകരം ഒരു വലിയ പകയുടെ പദ്ധതികളായിരുന്നു. അതേസമയം കോട്ടയുടെ താഴത്തെ നിലയിലെ തടവറയിൽ സിദ്ധാർത്ഥ മേനോൻ തളർന്നിരുന്നു. അപ്പോൾ ഇരുട്ടിൽ നിന്നും ഒരു നിഴൽ രൂപ അവനടുത്തേക്ക് നടന്നു വന്നു. അത് കമ്മീഷണർ വിക്രം ഷെട്ടിയായിരുന്നു. സിദ്ധാർത്ഥ്, നിനക്ക് രക്ഷപ്പെടാൻ ഒരു അവസരം തരാം, കമ്മീഷണർ താഴ്ന്ന ശബ്ദത്തിൽ പറഞ്ഞു. എന്തവസരം? ഗബ്രിയേൽ എന്നെ കൊല്ലും. സിദ്ധാർത്ഥ് പറച്ചു. ഗബ്രിയേൽ റബേക്കയെ സംശയിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നീ ആ സംശയത്തിന് തിരികൊളുത്തണം. റബേക്കയ്ക്ക് ഡേവിഡുമായിട്ട് ഒരു രഹസ്യബന്ധം ഉണ്ടായിരുന്നെന്ന് നീ അവനോട് പറയണം. ആ കള്ള അവനെ കൊണ്ട് വിശ്വസിപ്പിക്കണം. പക്ഷെ അത് കള്ളമല്ലേ? റബേക്ക ഡേവിഡിനെ വെറുക്കുന്ന ആളാ. അതൊന്നും എനിക്ക് വേണ്ട. ഗബ്രിയേലും റബേക്കയും തമ്മിൽ കലഹിക്കണം. അതിൽ നിന്നുണ്ടാകുന്ന ഒരു അവസരത്തിനാ ഞാൻ ഡേവിഡിനെ പുറത്തെടുക്കുക. നീ തയ്യാറാണോ? സിദ്ധാർത്ഥിന്റെ കണ്ണുകളിൽ പ്രതീക്ഷയുടെ മിന്നലാട്ടം. ഞാൻ തയ്യാറാ. അടുത്ത ദിവസം രാവിലെ ക്രിസ്റ്റി കോട്ടിൽ അന്തരീക്ഷമല്ലാതെ പിരിമുറുക്കത്തിലായിരുന്നു. ഗബ്രിയേൽ തന്റെ ഓഫീസിൽ ഗൗരവത്തോടെ ഇരിക്കുമ്പോൾ കമ്മീഷണർ വിക്രം ഷെട്ടി അകത്തേക്ക് കയറി വന്നു. ഗബ്രിയേൽ, സിദ്ധാർത്ഥ് ചില കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. റബേക്കയെ കുറിച്ച് നീ സംശയിക്കുന്നത് സത്യമാണോ? അവൾ വെറുമൊരു ഡോക്ടറല്ല, അവൾ ഡേവിഡിന്റെ ഏജന്റ് തന്നെയാണോ? ഗബ്രിയേൽ തന്നെ മേശപ്പുറത്തിരുന്ന ഫയലിലേക്ക് നോക്കി. അതിൽ റബേക്കയുടെ ഒരു പഴയ ഫോട്ടോ ഉണ്ടായിരുന്നു. എന്നാൽ അത് കണ്ട ഗബ്രിയേൽ ഞെട്ടിപ്പോയി. ആ ഫോട്ടോയിൽ റബേക്കയുടെ ഒപ്പം നിൽക്കുന്ന ഡേവിഡ് റിച്ചാർഡായിരുന്നു. 10 വർഷം മുമ്പത്തെ ഒരു ഫോട്ടോ. എങ്ങോട്ടാണ് നീ പോകുന്നത് ഡോക്ടർ? ഗബ്രിയേലിന്റെ ശബ്ദം ആ കോട്ടയിൽ മുഴങ്ങി. റബേക്ക അവന്റെ കയ്യിലെ ഫോട്ടോയിലേക്ക് നോക്കി. അവൾ ഒരു ചെറിയ പുഞ്ചിരിയോടെ പറഞ്ഞു, അവസാനം നീ സത്യം കണ്ടെത്തിയല്ലേ? അതെ, ഞാൻ ഡേവിഡിന്റെ ആളാ. പക്ഷെ അവന്റെ സഹായിയല്ല, അവനെ നശിപ്പിക്കാൻ കാത്തിരിക്കുന്ന അവന്റെ ഏറ്റവും വലിയ ശത്രു. ഗബ്രിയേൽ ഒരു നിമിഷം സ്തംഭിച്ചു പോയി. റബേക്കയുടെ ആ വെളിപ്പെടുത്തൽ ക്രിസ്റ്റി കോട്ടയുടെ അന്തരീക്ഷത്തെ തണുപ്പിച്ചു. ഗബ്രിയേൽ അവളെ തന്നെ നോക്കി നിന്നു. അവന്റെ കയ്യിലിരുന്ന ഫോട്ടോയിൽ റബേക്കയും ഡേവിഡും മാത്രമല്ല, അവരുടെ പുറകിലായി ഒരു വമ്പൻ ഹോസ്പിറ്റൽ ബോർഡ് ഉണ്ടായിരുന്നു. നീ അവന്റെ ശത്രുവാണെന്നോ? ഗബ്രിയേൽ പുച്ഛത്തോടെ ചിരിച്ചു. 10 വർഷം മുമ്പ് അവന്റെ ഒപ്പം ചിരിച്ചു നിൽക്കുന്ന നിന്നെ ഞാൻ എങ്ങനെ വിശ്വസിക്കണം? നീ എന്തിനാ എന്നെ വഞ്ചിക്കുന്നത്? റബേക്ക തന്റെ ബാഗിൽ നിന്നൊരു പഴയ ഫയലെടുത്ത് ഗബ്രിയേലിന്റെ മേശപ്പുറത്തേക്ക് നീക്കി വെച്ചു. 10 വർഷം മുമ്പ് ഞാനൊരു മെഡിക്കൽ വിദ്യാർത്ഥിനിയായിരുന്നു. ഡേവിഡ് റിച്ചാർഡ് അന്ന് എൻ്റെ അച്ഛനെ കൊന്നു. എൻ്റെ അച്ഛൻ ആ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്നു. ഡേവിഡ് ആ ഹോസ്പിറ്റൽ മയക്കുമരുന്ന് നടത്തിൻ്റെ കേന്ദ്രമാക്കി മാറ്റാൻ നോക്കിയപ്പോൾ എതിർത്തതിന് അച്ഛൻ അവൻ കൊന്നുകളഞ്ഞതാ. ഞാൻ അവനായിട്ടെടുത്ത് അവനെ നശിപ്പിക്കാൻ വേണ്ടി മാത്രമാണ്. ഗബ്രിയേൽ ആ ഫയൽ തുറന്നു നോക്കി. അതിൽ റബേക്കയുടെ അച്ഛൻ്റെ കൊലപാതകത്തെക്കുറിച്ചുള്ള രേഖകളും ഡേവിഡിന്റെ കറുത്ത ബിസിനസ്സുകളുടെ തെളിവുണ്ടായിരുന്നു. നീ എന്തിനാ എന്നോട് ഇത് മറച്ചു വെച്ചു? ഗബ്രിയേലിന്റെ ശബ്ദം അല്പായിരുന്നു. നീ ലൂസിഫറാണ് ക്രിസ്റ്റി. നിന്നെ എനിക്കന്ന് അറിയില്ലായിരുന്നു. നിന്റെ സാമ്രാജ്യത്തിൽ കയറി അവനെ കൊല്ലാൻ എനിക്ക് ആ കരുത്ത് വേണമായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആർക്കിൻ ഹോസ്പിറ്റലിൽ ചേർന്ന്. അവിടെ ഡേവിഡിന്റെ ആളുകൾ വരുന്നുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. ഗബ്രിയേൽ റബേക്കയുടെ അടുത്തേക്ക് നടന്നു. അവനവളുടെ കണ്ണുകളിലേക്ക് നോക്കി. അവിടെ വഞ്ചനയല്ല, പകയുടെ കണ്ണുകൾ മാത്രമായിരുന്നു. നീ എന്നെ ഉപയോഗിക്കായിരുന്നല്ലേ റബേക്ക? അവൻ പതുക്കെ പറഞ്ഞു. അതെ, പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറി. ഡേവിഡിനേക്കാൾ വലിയ ശത്രുക്കൾ ഇപ്പോൾ നിനക്കുണ്ട് ക്രിസ്റ്റി. കമ്മീഷണർ വിക്രം ഷെട്ടി നിന്റെ ആളാണ് നീ കരുതുന്നുണ്ടോ? അവനും ഡേവിഡ് വന്നാ. അവർ രണ്ടുപേരും ചേർന്ന് നിന്നെ ഒറ്റപ്പെടുത്തുകയാണ്. ഞാൻ നിന്നെ ഉപയോഗിച്ചല്ല, പകരം നീ എന്നെ സംരക്ഷിക്കുകയാണ് ചെയ്യുന്നത്. അതേസമയം കോട്ടയുടെ തടവറയിൽ നിന്ന് സിദ്ധാർത്ഥ മേനോൻ രക്ഷപ്പെട്ടിരുന്നു. കമ്മീഷണർ ഷെട്ടിയുടെ സഹായത്തോടെ അവൻ കോട്ടയുടെ പിൻവശത്തുള്ള രഹസ്യപാതയിലൂടെ പുറത്തിറങ്ങി. അവൻ നേരെ പോയത് നഗരത്തിലെ ഏറ്റവും വലിയ മാധ്യമ പ്രവർത്തകനായ ജയദേവന്റെ അടുത്തേക്കാണ്. ജയദേവ, ഗബ്രിയേൽ ക്രിസ്റ്റി ഡോക്ടർ റബേക്ക ഫിലിപ്പ് എന്ന പെണ്ണിനെ തട്ടിക്കൊണ്ടുപോയി തടവിൽ വെച്ചിരിക്കുക. ഈ വാർത്ത നാളെ പത്രങ്ങളിൽ വരണം. അതോടെ ഗബ്രിയേലിന്റെ സാമ്രാജ്യം ജനങ്ങളുടെ മുന്നിൽ തകരും. സിദ്ധാർത്ഥ ഒരു പുതിയ ഗൂഢാലോചനയ്ക്ക് തിരികൊളുത്തി. ജയദേവൻ ഒരു മാധ്യമ പ്രഭുവായിരുന്നു. ഗബ്രിയേലിനെ തകർക്കാൻ കിട്ടിയ ഏറ്റവും വലിയ അവസരം അവൻ മുതലാക്കി. അടുത്ത ദിവസം രാവിലെ തന്നെ നഗരത്തിലെ എല്ലാ പത്രങ്ങളിലും ആ വാർത്ത തലക്കെട്ടായി വന്നു. ആർക്കിൻ ഹോസ്പിറ്റലിൽ ഡോക്ടറെ തട്ടിക്കൊണ്ടുപോയ ഗബ്രിയേൽ ക്രിസ്റ്റി, അതോ ലോകരാജാവിന്റെ ക്രൂരത പുറത്ത്. കോട്ടയിൽ പത്രവാർത്തകൾ കണ്ട് നീ ഓടിക്കയറി വന്നു. ബോസ്, സിറ്റി മുഴുവൻ കലാപത്തിന് സാധ്യതയുണ്ട്. ആളുകൾ തെരുവിലിറങ്ങിയാണ്. ഗബ്രിയേൽ പത്രം ചുരുട്ടിയെറിഞ്ഞു. റബേക്ക അത് കണ്ടു. അവൾ ഗബ്രിയേലിന്റെ അടുത്തേക്ക് വന്ന പത്രം കയ്യിലെടുത്തു. ഇത് ജയദേവന്റെ കളിയാ. അവൻ ഡേവിഡിന്റെയും വിക്രമിന്റെയും പാവയാണ്. നീ പേടിക്കേണ്ട ഗബ്രിയേൽ. സിറ്റിയിലെ ജനങ്ങൾ നീ എന്താണെന്ന് അറിയണം. അതിനുള്ളൊരു വഴി എൻ്റെ കയ്യിലുണ്ട്. എന്തു വഴി? നീ ഒരു പത്രസമ്മേളനം വിളിക്കണം. ജനങ്ങളുടെ മുമ്പിൽ വെച്ച് നിന്റെ ശരിക്കുള്ള മുഖം കാട്ടണം. നിന്റെ സാമ്രാജ്യത്തിൽ നടക്കുന്ന ഒളിഞ്ഞും തെളിഞ്ഞുള്ള ചതികൾ ഞാൻ വെളിപ്പെടുത്തും. ഞാൻ നിന്റെ കൂടെയുണ്ട്. ഗബ്രിയേൽ അത്ഭുതത്തോടെ അവളെ നോക്കി. ഒരു പെണ്ണ് തനിക്ക് വേണ്ടി ഇത്രയും റിസ്ക് എടുക്കുമോ? പത്രസമ്മേളനം വിളിക്കുക. ഇന്ന് വൈകുന്നേരം കൃത്യം 5 മണിക്ക്. ഗബ്രിയേൽ ഗർജിച്ചു.
ക്രിസ്റ്റി കോട്ടയുടെ പടിവാതിൽ ആയിരക്കണക്കിന് മാധ്യമ പ്രവർത്തകരും ജനങ്ങളും തടിച്ചുകൂടി. ഗബ്രിയേൽ സാവധാനം സ്റ്റേജിലേക്ക് നടന്നു. കൂടെ റബേക്കയും. ജനക്കൂട്ടം ഒരേ സ്വരത്തിൽ കൂവി വിളിച്ചു, ഗബ്രിയേൽ ക്രിസ്റ്റി, ഡോക്ടറെ വിട്ടുവരിക. ഗബ്രിയേൽ മൈക്കിന് മുമ്പിൽ നിന്നു. അവൻ റബേക്കയെ നോക്കി. റബേക്ക ജനങ്ങളെ നോക്കി അലറി, നിങ്ങൾ അന്വേഷിക്കുന്ന ഡോക്ടർ റബേക്ക ഫിലിപ്പ് ഇവിടെയുണ്ട്. ഞാനിരിക്കുന്നത് ഈ അധോലോക രാജാവിന്റെ തടവിലല്ല. ഈ നഗരത്തിലെ നീതിക്ക് വേണ്ടി ഇവന്റെ തോളോട് തോൾ ചേർന്ന് പോരാടാനാണ്. ജനക്കൂട്ടം നിശബ്ദമായി. എന്നാൽ ആ നിശബ്ദതയെ ഭേദിച്ചുകൊണ്ട് കമ്മീഷണർ വിക്രം ഷെട്ടി ഒരു വലിയ പോലീസ് സംഘവുമായി സ്റ്റേജിനരിയിലേക്ക് വന്നു. അവൻ ഗബ്രിയേലിനെ നോക്കി ആക്രോശിച്ചു, ഗബ്രിയേൽ ക്രിസ്റ്റി, യു ആർ അണ്ടർ അറസ്റ്റ്. നിന്നെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവുണ്ട്. അവൻ കൈവിലങ്ങ് കാണിച്ചു. റബേക്കയുടെ ഉള്ളിൽ ആ പഴയ പ്ലാൻ ഉണ്ടെന്നു. ആൾ പതുക്കെ തന്റെ ബാഗിൽ നിന്നൊരു ചെറിയ റിമോട്ട് പുറത്തെടുത്തു. വിക്രം, നീ അറസ്റ്റ് ചെയ്യാൻ വരേണ്ട. നീ നീതിക്ക് മുമ്പിൽ കീഴടങ്ങാൻ സമയമായി. റിമോട്ട് അമർന്നു. തൊട്ടടുത്ത കണ്ടെയ്നറുകളിൽ നിന്ന് കമ്മീഷണറുടെ കറുത്ത ബിസിനസ് രേഖകൾ കാറ്റിൽ പറന്ന് ജനങ്ങളുടെ മുന്നിലേക്ക് വീണു. ഇനി ഗബ്രിയേലിന്റെയും റബേക്കയുടെയും കളി തുടങ്ങിയാണ്. കമ്മീഷണർ വിക്രം ഷെട്ടിയുടെ കളി വെളിച്ചത്തായി. ഇനി ഡേവിഡ് റിച്ചാർഡിന്റെ വക എന്തു പണിയാണ് വരാൻ പോകുന്നത്? പത്രസമ്മേളനത്തിൽ കമ്മീഷണർ വിക്രം ഷെട്ടിയുടെ അഴിമതി രേഖകൾ പുറത്തു വന്നതോടെ നഗരമൊന്നടങ്കം സ്തംഭിച്ചു. വിക്രം ഷെട്ടിക്ക് വേദിയിൽ വെച്ച് തന്നെ സസ്പെൻഷൻ നേരിടേണ്ടി വന്നു. തടവറയിൽ നിന്ന് രക്ഷപ്പെട്ട സിദ്ധാർത്ഥ് മേനോൻ ഈ വാർത്ത കേട്ട് വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു. തന്റെ അവസാനത്തെ കരുവും വീണുപോയിരിക്കുന്നു. പത്രസമ്മേളനം കഴിഞ്ഞ് തിരിച്ചെത്തിയ ഗബ്രിയേലും റബേക്കയും ക്രിസ്റ്റി കോട്ടയുടെ ആളിൽ ഗൗരവത്തോടെ ഇരിക്കുകയായിരുന്നു. ഇനി നമുക്കധികം സമയമില്ല ഗബ്രിയേൽ. വിക്രം ഷെട്ടി ഔദ്യോഗികമായി പുറത്തായെങ്കിലും ഡേവിഡ് റിച്ചാർഡ് ഇപ്പോൾ ജയിലിലല്ല, മറിച്ച് അവൻ ഒളിവിലാണ്. ഇന്നലത്തെ പോലീസ് നീക്കം അവനെ പൂർണ്ണമായിട്ടും ഭ്രാന്തനാക്കിയിട്ടുണ്ടാവും. റബേക്ക തന്റെ ലാപ്ടോപ്പിൽ ഡേവിഡിന്റെ സാമ്പത്തിക ഇടപാടുകൾ നിരീക്ഷിച്ചുകൊണ്ട് പറഞ്ഞു. പെട്ടെന്നാണ് കോട്ടയുടെ മെയിൻ ഗേറ്റ് ആരോ തകർക്കുന്ന ശബ്ദം കേട്ടത്. തുടർച്ചയായി 3 സ്ഫോടനങ്ങൾ കോട്ടയുടെ മതിലുകളെ വിറപ്പിച്ചു. ഗബ്രിയേൽ ചാടി എഴുന്നേറ്റു. അവൻ റബേക്കയെ പിടിച്ചു മാറ്റാൻ നോക്കി. പക്ഷെ അവൾ ഗൗരവത്തോടെ പറഞ്ഞു, ഇത് ഡേവിഡിന്റെ വകയിലെ ഗബ്രിയേൽ. ഇത് ആർക്കിഡ് മെഡിക്കൽ സെന്ററിലെ പവർ കട്ട് ചെയ്തതുപോലുള്ള ഒരു സൂത്രമാണ്. അവൻ കോട്ടയുടെ പിൻവശത്തോട് ഉള്ളിൽ കയറാൻ നോക്കുക. ഗബ്രിയേൽ റോണിയുടെ സ്ഥാനത്ത് ഇപ്പോൾ നിൽക്കുന്ന തന്റെ വിശ്വസ്തൻ കബീറിനെ നോക്കി ഗർജിച്ചു. കബീർ, കോട്ടയുടെ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളും ആക്റ്റീവാക്ക്. റബേക്കയെ സുരക്ഷിതയാക്ക്. ഗബ്രിയേൽ തോക്കെടുത്ത് വരാന്തയിലേക്ക് പാഞ്ഞു. എന്നാൽ കോട്ടയുടെ അകത്തളങ്ങൾ പതിയെ ഇരുട്ടിലേക്ക് വീണു. വെളിച്ചം പോയി. അന്ധകാരത്തിൽ വന്നിറങ്ങുന്ന ശത്രുക്കളുടെ ശബ്ദം, ബൂട്ടുകളുടെ ശബ്ദം. ഇരുട്ടിൽ അവനൊരു കടുവയെ പോലെ കാത്തിരുന്നു. പെട്ടെന്നൊരു വെടിയുണ്ട് അവന്റെ കവിളിലുരസി കടന്നുപോയി. അവൻ മറുഭാഗത്തേക്ക് ചാടി. റബേക്ക ഒട്ടും മടിക്കാതെ ഇരുട്ടിൽ തന്റെ പക്കലുള്ള ചെറിയ ടോർച്ച് ഓൺ ചെയ്ത് വെളിച്ചം സീലിംഗിലേക്ക് തട്ടിത്തെറിപ്പിച്ചു. ആ വെളിച്ചത്തിൽ മുഖംമൂടി ധരിച്ച 5 പേർ കോട്ടയുടെ നടുമുറ്റത്ത് നിൽക്കുന്ന ഗബ്രിയേൽ കണ്ടു. അവൻ മിന്നൽ വേഗത്തിൽ പാഞ്ഞുപോയി. ഇരുട്ടിൽ വെച്ച് കയ്യാങ്കളി തുടങ്ങി. റബേക്ക ദൂരെ നിന്ന് നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ടായിരുന്നു. ഗബ്രിയേൽ, വലതുവശത്ത് 2 പേര് വരുന്നു. ഗബ്രിയേൽ അവരുടെ വാക്കുകൾക്കനുസരിച്ച് തിരിഞ്ഞു നോക്കി. വായുവിൽ ഉയർന്നു ചാടി ഒരുവന്റെ താടിക്ക് ഒരൊറ്റ ചവിട്ട് നൽകി. അവൻ ബോധം കെട്ട് വീണു. അവസാനത്തെ ആൾ മുഖംമൂടി മാറ്റിയപ്പോൾ ഗബ്രിയേൽ അമ്പരന്ന് പോയി. അത് മറ്റാരുമായിരുന്നില്ല, ജയിലിൽ നിന്ന് രക്ഷപ്പെട്ട സിദ്ധാർത്ഥ് മേനോൻ തന്നെയായിരുന്നു. അവന്റെ കയ്യിൽ റിമോട്ട് ഉണ്ടായിരുന്നു. ഗബ്രിയേൽ ക്രിസ്റ്റി, നീ എന്നെ തടവറയിലിട്ടു അല്ലേ? കോട്ടയുടെ തറക്കടിയിൽ ഞാൻ മാരകമായ സ്ഫോടക വസ്തുക്കൾ വെച്ചിട്ടുണ്ട്. നിനക്കും റബേക്കക്കും ഈ കോട്ടയോടെ സമാധിയാവാം. സിദ്ധാർത്ഥ് ഭ്രാന്തമായി ചിരിച്ചു. അത് നടക്കില്ല സിദ്ധാർത്ഥ്. റബേക്കയുടെ ശബ്ദം പിന്നിൽ നിന്ന് കേട്ടു. ആൾക്കാരുണ്ടായിരുന്ന സ്കാനർ ഉപയോഗിച്ച് ബോംബ് സിഗ്നൽ ജാം ചെയ്തിരുന്നു. സിദ്ധാർത്ഥിന്റെ റിമോട്ട് പ്രവർത്തനരഹിതമായി. ഗബ്രിയേൽ സിദ്ധാർത്ഥിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചു. ഡേവിഡ് എവിടെയാണെന്ന് പറയണ നായിന്റെ പോലെ, ഗബ്രിയേൽ അലറി. സിദ്ധാർത്ഥ് ചോര തുപ്പിക്കൊണ്ട് ചിരിച്ചു. ശേഷം ഒന്ന് ചിരിച്ചു. ഡേവിഡ് ഇവിടെയല്ല, അവൻ ക്രിസ്റ്റി കോട്ടയുടെ വെളിയിലല്ല, മറിച്ച് ക്രിസ്റ്റി കോട്ടയുടെ അകത്ത് ഈ ഇരുട്ടിൽ ഒളിഞ്ഞിരിപ്പുണ്ട്. പറ്റുമെങ്കിൽ കണ്ടുപിടിക്കടാ. അവൻ പറഞ്ഞിരുന്നു. കോട്ടയുടെ മുകളത്തിൽ നിന്നൊരു തോക്കിന്റെ ശബ്ദം കേട്ടു. ഗബ്രിയേലിന്റെ വലത് കൈ തോളിൽ വെടിയേറ്റു. അവൻ താഴെ വീണു. അവിടെ മുകളിൽ നിൽക്കുന്ന ഡേവിഡ് റിച്ചാർഡ്. അവന്റെ കണ്ണുകളിൽ ഭ്രാന്തമായ പകയുണ്ടായിരുന്നു. ഇന്ന് രാത്രി ക്രിസ്റ്റി കോട്ടയിൽ ചോരയുടെ ഉത്സവമാണ് ഗബ്രിയേൽ. അത് പറഞ്ഞിരുന്നു. അവനൊരു ഭ്രാന്തിനെ പോലെ അട്ടഹസിച്ചു. വെടിയേറ്റ് വീണ ഗബ്രിയേലിനെ നോക്കി ഡേവിഡ് റിച്ചാർഡ് ഒരു പൈശാചികമായി ചിരിയിരിച്ചു. കോട്ടയുടെ മുകളിലത്തെ നിലയിലെ ബാൽക്കണിയിൽ നിന്ന് അവൻ താഴേക്ക് നോക്കി. ഗബ്രിയേൽ, നിന്റെ സാമ്രാജ്യം ഈ കോട്ടയാണ്. ഇന്ന് ഈ കോട്ട നിന്റെ ശവപ്പറമ്പായി മാറും, ഇല്ലെങ്കിൽ ഞാൻ മാറ്റും. ഡേവിഡ് അടുത്ത പിടിക്ക് വേണ്ടി തോക്ക് റീലോഡ് ചെയ്തു. താഴെ ഗബ്രിയേലിനെ താങ്ങിപ്പിടിച്ച് റബേക്ക ഒരു വലിയ തൂണ് പിന്നിലേക്ക് മാറി. അവന്റെ വലത് തോളിൽ നിന്ന് ചോര ധാരധാരയായി ഒഴുകുന്നുണ്ടായിരുന്നു. വേദന കൊണ്ട് അവന്റെ മുഖം വലിഞ്ഞു മുറുകി. റബേക്ക, നീ ഇവിടുന്ന് രക്ഷപ്പെടണം.
അവൻ എന്നെ തന്നെയാണ് ലക്ഷ്യം വെക്കുന്നത്. ഗബ്രിയേൽ കിതച്ചുകൊണ്ട് പറഞ്ഞു. മിണ്ടാതിരിക്കും ഗബ്രിയേൽ, നീ ഈ അവസ്ഥയിൽ ഇവിടുന്ന് പോയാ മരണം ഉറപ്പാ. നമ്മൾ ഒരുമിച്ച് പോരാടും, അല്ലെങ്കിൽ ഒരുമിച്ച് മരിക്കും. റബേക്കയുടെ സ്വരത്തിൽ ഒരു സർജന് നിശ്ചയദാർഢ്യം ഉണ്ടായിരുന്നു. ആൾ തന്റെ കയ്യിലുണ്ടായിരുന്ന സ്കാൽപ്പൽ എടുത്ത് ഗബ്രിയേലിന്റെ കയ്യിൽ കൊടുത്തു. ഇത് വെച്ച് നീ പ്രതിരോധിക്കുക, ഞാൻ അപ്പോഴേക്കും ഡേവിഡിന്റെ ശ്രദ്ധയിരിക്കാം. അതും പറഞ്ഞ് ആൾ വേഗത്തിൽ ഓടി കോട്ടയുടെ രഹസ്യ വഴിയിലൂടെ മുകളിലെത്തുന്ന നിലയിലേക്ക് കയറി. ഇരുട്ടിൽ അവൾക്കെല്ലാം പരിചിതമായിരുന്നു. ഡേവിഡ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഗബ്രിയേലിനെ തിരയുകയായിരുന്നു. അവന്റെ കാലടി ശബ്ദം റബേക്ക കൃത്യമായി കേട്ടു. ആൾ പതുക്കൊരടി മുന്നോട്ട് വെച്ചു. അബദ്ധത്തിൽ ഒരു ചില്ല് ഗ്ലാസിൽ ചവിട്ടിയത് അത് തകർന്നു. ആ ശബ്ദം കേട്ടതും ഡേവിഡ് പെട്ടെന്ന് തിരിഞ്ഞു. ആരാടാ അവിടെ? ആൾ റബേക്ക നിൽക്കുന്ന ഭാഗത്തേക്ക് വെടിവെച്ചു. പക്ഷെ റബീക്ക അവിടെ നേരത്തെ ഒഴിഞ്ഞു മാറിയെന്നു. ആൾ മറ്റൊരു തൂണിന് പിന്നിൽ വിളിച്ചിരുന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു. ഡേവിഡ് റിച്ചാർഡ്, നിന്റെ ചേച്ചി എലീന ജയിലിലാണ്. നിന്റെ സാമ്രാജ്യം തകർന്നു. നീ എന്തിനാ ഇനി ഈ അനാവശ്യവാശി കാണിക്കുന്നത്? ഡേവിഡ് ചിരിച്ചു. ഈ അഹങ്കാരം നിന്റെ ആ സർജിക്കൽ ബ്ലേഡ് കൊണ്ട് എന്നെ തോൽപ്പിക്കാൻ നീ വിചാരിച്ചോ റബേക്ക? ആൾ റബേക്ക ലക്ഷ്യം വെച്ച് അടുത്ത് വന്നു. ആൾ കോട്ടയുടെ ലൈബ്രറിയിലേക്ക് കയറി. ആള് വെളിച്ചം കുറവായിരുന്നു. ഡേവിഡ് ലൈബ്രറിയിലേക്ക് പാഞ്ഞു കയറി. റബേക്ക അവിടെ ഒളിച്ചിരിപ്പുണ്ടായിരുന്നു. ഡേവിഡ് അവളെ എടുത്ത് തോക്കി കൊണ്ടി. ഗെയിം ഓവർ ഡോക്ടർ. ആൾ ട്രിഗർ അമർത്താനാഞ്ഞതും റബേക്ക തന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു വലിയ പുസ്തക ഷെൽഫ് ഡേവിഡിന്റെ മേലേക്ക് തള്ളിയിട്ടു. അവൻ അതിനിടയിൽ പെട്ടു. കയ്യിലുണ്ടായിരുന്ന തോക്ക് ദൂരേക്ക് തെറിച്ചു. റബേക്ക ഓടിപ്പോയി തോക്കെടുക്കാൻ നോക്കി. പക്ഷെ ഡേവിഡ് അതിലുമയത്തിൽ എഴുന്നേറ്റ് റബേക്കയുടെ മുകളിൽ പിടിച്ച് വലിച്ചു. അവൻ അവൾ അടിക്കാനാഞ്ഞതും പെട്ടെന്ന് താഴ്ന്ന ഗബ്രിയേലിന്റെ ശബ്ദം കേട്ടു. ഡേവിഡ്, അവളെ വിടാൻ! ക്രിസ്റ്റി അലറി. താഴെന്ന് ഗബ്രിയേൽ തളർന്ന ശരീരവുമായി മുകളിലേക്ക് കയറി വരുന്നുണ്ടായിരുന്നു. അവൻ തന്നെ പരിക്കേറ്റ കൈകൊണ്ട് ഒരു വലിയ അലങ്കാര വാൾ ഭിത്തിയിൽ നിന്ന് ഊരിയെടുത്തു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.